2030 വരെ പേപ്പർ ഉണ്ട്. അതെ, 30 വരെ പേപ്പറുള്ള സിംഗിൾ ഓണർ വണ്ടി നമുക്ക് 1,30,000 രൂപ ഫൈനൽ കൊടുക്കാം. 1.30. 75,000 രൂപ കൊടുക്കാം. 1.75 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. 29,000 കിലോമീറ്റർ വെറും 29,000 രൂപ കൊടുക്കാം. 29,000 കിലോമീറ്റർ 29,000 രൂപയ്ക്ക്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ക വണ്ടി. 35,000 രൂപ കൊടുക്കാം. 35 കൊടുക്കാം. വേറെ നമുക്ക് 65,000 രൂപ കൊടുക്കാം ഫൈനൽ. 65 രൂപ. ഓക്കെ. 43 രൂപ കൊടുക്കാം. 27 വരെ പേപ്പറുള്ള MBFI വണ്ടിയാണ്. പേപ്പറുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പറുള്ള വണ്ടി 95,000 രൂപ കൊടുക്കാം ഫൈനൽ. 95 രൂപ. 2007 27 വരെ പേപ്പറുള്ള വണ്ടി 55,000 രൂപ ഫൈനൽ കൊടുക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പം ബെസ്റ്റ് ചോയ്സിൽ സിംഗം ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കട കിള്ളിയിലാണ്. ട്രിവാൻഡ്രം കാട്ടാക്കട കിള്ളിയിൽ നമ്മുടെ ജെറുംബ്രോ ഉണ്ട്. അപ്പം ചിങ്ങത്തിൻ്റെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്നാലും മുമ്പ് ഒരു വീഡിയോ കാണുമല്ലോ എന്തായാലും. അപ്പോൾ ഇത് നമ്മുടെ ചിങ്ങം ഓഫറാണ്, ഓണം ഓഫർ അല്ല. അപ്പോൾ ചിങ്ങം ഓഫർ എന്താണ് പ്രത്യേകിച്ച്? അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് തന്നെയാണ്. മാക്സിമം വില കുറച്ച് വാഹനം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം അത്യാവശ്യം ബഡ്ജറ്റ് കാർ കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. ഓക്കെ. അപ്പം ബെസ്റ്റ് ചോയ്സ് നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് കാറിൻ്റെ കൂടുതൽ കളക്ഷൻസ് ഉള്ള ഷോപ്പാണ്. അപ്പോൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം അല്ല ബ്രോ? 2010 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോയിട്ട് വണ്ടിക്ക് ഇപ്പം നിങ്ങൾക്ക് RTO വർക്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ പേര് മാറാനും അതേമാതിരി റീടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ ജെറുംബ്രോ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഓഫർ ഇന്ന് തുടങ്ങാം അല്ലേ? ഓഫറാണ്, നമ്മുടെ ഓൺ ഓഫറായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി അത് പോയല്ലോ. അത് പോയി. ഇത് വേറെയാണ്, സിംഗിൾ ഓണറാണ്. 2010 ഒക്ടോബർ ആണ് വണ്ടി. ഓക്കെ. ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ. വെറും 29,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഓക്കെ. ടയർ 4 പുതിയ ടയറുണ്ടല്ലേ? ടയറുണ്ട്, മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം, ഓടിക്കാനൊന്നും വേറെ പ്രശ്നമില്ല. ഓക്കെ. ധൈര്യമായിട്ട് പഠിക്കുകയോ ഒരു ഫാമിലി യൂസ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളിന് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഇത് AC വരുന്നില്ലല്ലോ? AC വരുന്നില്ല, നോൺ AC ആണ്. പക്ഷെ കിലോമീറ്റർ കുറവാണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. 29,000 കിലോമീറ്റർ വെറും 29,000 രൂപ കൊടുക്കാം. 29,000 കിലോമീറ്റർ 29,000 രൂപയ്ക്ക്. ഓക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഓഫർ വണ്ടി ഉണ്ടായിരുന്നില്ല? അതെ അതെ. ഓക്കെ. വേറെ എഞ്ചിൻ പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമില്ല, നീറ്റ് വണ്ടി. എടുത്ത് പഠിക്കാനോ എന്നാലും ഇങ്ങനെ ലാഭം തന്നെയാണല്ലേ? ഉറപ്പായി. ശരി, ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800 ആണ്. 2007 ആണ്. MBFI ആണ് വണ്ടി. 27 വരെ പേപ്പർ ഉള്ളത്. AC വരുന്ന വണ്ടിയാണ്, പക്ഷേ AC വർക്കിംഗ് അല്ല. 29 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. 27 വരെ പേപ്പർ ഉണ്ട്. ടയറുള്ളവർ 70% ടയറുണ്ടല്ലേ? ടയറുണ്ട്, അത്യാവശ്യം മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം. MBFI ആണ്, നമുക്ക് ചെറിയ വിലയിൽ കൊടുക്കാം. ഓടാൻ പറ്റിയ വണ്ടിയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. AC വർക്ക് ചെയ്യുന്നില്ല നിലവിലല്ലേ? ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, ആവറേജ് കണ്ടീഷനാണ്. ഓക്കെ. 2007 MBFI എങ്ങനെ പ്രൈസ്? 55,000 രൂപ കൊടുക്കാം. 55,000. 2007 27 വരെ പേപ്പറുള്ള വണ്ടി 55,000 രൂപ ഫൈനൽ കൊടുക്കും. അപ്പോൾ അടുത്തത് നാനോ 2011 ആണ്. ഓക്കെ. വണ്ടി ചെറിയ ബോഡി വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ. അത്യാവശ്യം എടുത്ത് ചെറിയ ബഡ്ജറ്റിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം. ചെറിയ ബോഡി ലോങ് ഒക്കെ ഓടുന്ന വണ്ടിയായിരുന്നു. വണ്ടി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. ബോഡി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ചെറുതായിട്ട്. അതെ. ടൈല് പൊട്ടിയിട്ടുണ്ട്. സ്ഥല സൗകര്യമുള്ള അഡ്ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. സീറ്റ് കവറുണ്ട്. വണ്ടി പക്ഷേ ഇന്റീരിയർ കുഴപ്പമില്ല, ഈ ഔട്ട് സൈഡാണ് കുറച്ച് പ്രശ്നം. അതേ ഉള്ളൂ. അല്ല, ഇത് അത്യാവശ്യം ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവർ എറണാകുളത്തൊക്കെ പോകുന്ന വണ്ടിയായിരുന്നു. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 40 മേളിൽ എന്തോ ഓടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ എമൗണ്ടിന് കൊടുക്കാം. 2011 വണ്ടി റണ്ണിങ് കണ്ടീഷൻ, മെക്കാനിക് കണ്ടീഷൻ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ക വണ്ടി. 35,000 രൂപ കൊടുക്കാം. 35 രൂപ കൊടുക്കാം. വെറും 35,000 രൂപ. അപ്പോൾ ജെറുംബ്രോ അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്ക അല്ലേ? ഇൻഡിക്ക പെട്രോൾ ആണ്. 2008 ആണ്. 28 വരെ പേപ്പറുള്ള വണ്ടി. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഫ്രണ്ടിൽ 2 പുതിയ ടയറുണ്ട്, ബാക്ക് ആവറേജ് ആണ്. ബോഡി ക്വാളിറ്റി കുഴപ്പമില്ല. ഒരു ഇൻഡിക്ക നോക്കുന്നവർക്ക് എടുക്കാം അല്ലേ? അതെ, ഇൻഡിക്ക നോക്കുന്ന ചെറിയ വിലയ്ക്ക് എടുക്കാം. ചെറിയ വിലയ്ക്ക് പവർ സ്റ്റിയറിംഗ് AC ഉള്ളതാണ്. ഓക്കെ. ഇത് AC യും പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. ഓക്കെ. ഇന്ത്യ കണ്ടീഷൻ ആവറേജ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇന്ത്യക്ക് നോക്കുന്നവർക്ക് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് ഇതിൻ്റെ? വെറും 49,000 രൂപ കൊടുക്കാം. 2028 വരെ പേപ്പറുള്ള പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. അപ്പോൾ ജെറുംബ്രോ അടുത്ത വണ്ടി സ്പാർക്ക് 2010 ആണ്. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 30 വരെ പേപ്പറുള്ള വണ്ടി. അപ്പോൾ 5 വർഷം പേപ്പർ ഉണ്ട്. അതെ. ഓക്കെ. 2010. അപ്പോൾ 30 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 10 അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡേ ആയിട്ടുള്ളൂ. കിലോമീറ്റർ 85,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് AC വരുന്നതാണ്. നിലവിൽ എടുത്ത് വേറെ വർക്കൊന്നും ചെയ്യേണ്ട, ധൈര്യമായിട്ടൊരു ഫാമിലിക്ക് ഉപയോഗിക്കാം. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണോ? എല്ലാം നീറ്റാണ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? ആണ്.
എ സിയും പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. ബോഡി കൊണ്ടൊന്നും കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമുക്കിതൊരു ഫൈനലി 78,000 രൂപ കൊടുക്കാം. 78 രൂപ. 30 വരെ പേപ്പറുള്ള വണ്ടി 78,000 രൂപ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി മാരുതി 800 2002 ആണ്. MBFI ആണ് വണ്ടി. MBFI 27 വരെ പേപ്പറുള്ള വണ്ടി. 27 വരെ പേപ്പറുണ്ട്. MBFI ആണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡ് അല്ലേ? അതെ. ഓക്കെ. സീറ്റുകളൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട്, പക്ഷേ കവർ ഇപ്പോൾ അത് വണ്ടി എടുത്ത് ഓടിച്ച് പഠിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഓടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആവറേജ് കണ്ടീഷൻ അല്ലേ? വലിയ കണ്ടീഷൻ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ 2002 നമുക്കിതൊരു 43 രൂപ കൊടുക്കാം. 27 വരെ പേപ്പറുള്ള MBFI വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് സാൻഡ്രോ 2009 ഓഗസ്റ്റ് വണ്ടിയാണ്. 29 ഓഗസ്റ്റ് വരെ പേപ്പർ ഉള്ളതാണ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. നിലവിൽ പുത്തൻ പേപ്പറാണ് വണ്ടി. ടയർ 4 ഒരു 70% ടയർ ഉണ്ട് അല്ലേ? അതെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ വിഷയമൊന്നും. AC വർക്കിംഗ് ആണോ? ആണ്. സാൻഡ്രോ സീറ്റ് കവർ രണ്ട് ചെറിയൊരു പഴക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. വേറെ എഞ്ചിൻ കണ്ടീഷനെല്ലാം പക്കയാണല്ലോ? ആണ്. ഓക്കെ. പ്രൈസ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരും സാൻഡ്രോ? നമുക്കിതൊരു പേപ്പറുള്ള വണ്ടിയാണ്. 29 വരെ പേപ്പറുള്ള വണ്ടി 95,000 രൂപ കൊടുക്കാം ഫൈനൽ. 95 രൂപ. 2009 29 വരെ പേപ്പറുള്ള വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി 2010 ഓൾട്ടോ LXI ആണ്. സിംഗിൾ ഓണർ ആണ് വണ്ടി. ഓക്കെ. 2010 സിംഗിൾ ഓണർഷിപ്പ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ പേപ്പറായ വണ്ടിയാണ്. 30 വരെ പേപ്പർ. ഓക്കെ. 2010 നീറ്റ് അല്ലേ? അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറ്റ് കവറുണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് AC യും പവർ സ്റ്റിയറിംഗും അല്ലേ? അതെ. കിലോമീറ്റർ 55,000. 51,000. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. 2030 വരെ പേപ്പറുണ്ട്. അതെ. 30 വരെ പേപ്പറുള്ള സിംഗിൾ ഓണർ വണ്ടി. നമുക്ക് 1,30,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,30,000. 1 രൂപ ലോണും കിട്ടും. അപ്പം അടുത്തതും ഓൾട്ടോ 800 2013 ആണ്. ഓൾട്ടോ 800 LXI ആണ് വണ്ടി. ഓക്കെ. വണ്ടി നല്ല ബോഡി ക്വാളിറ്റി, മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാമെന്നുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് തേർഡ് ആണ്. ഓണർഷിപ്പ് അല്ലേ? ഓടിയെന്ന് വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല? വേറെ ഒന്നുമില്ല. മെക്കാനിക് കണ്ടീഷനും കൊള്ളാം. കമ്പനി സർവീസ് ആണ് വണ്ടി. ഓക്കെ. ടയർ കണ്ടീഷൻ 90% ടയർ ഉണ്ടല്ലേ? ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അത് വൃത്തിയുണ്ട് കേട്ടോ. സ്റ്റീരിയോ 2 ഡോർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. LXI അല്ലേ വേണ്ടത്? LXI. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? നമുക്ക് ഇത് 1,85,000 രൂപ ഫൈനൽ കൊടുക്കാം. 1,500 രൂപ ലോണും കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തത് ഓൾട്ടോ കേട്ടൺ സെക്കൻഡ് ഓണറാണ്. 2012 ആണ്. നല്ല നീറ്റ് വണ്ടി. നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2012 27 പേപ്പർ ഉണ്ടല്ലേ? അതെ. ഏതാ LXI ആണോ VXI ആണോ? VXI ആണ് വരുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ഇല്ല. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 62,000. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഫ്രണ്ട് ടയർ രണ്ടും പുതിയതുണ്ട്, ബാക്ക് ഒരു 70% ടയർ ഉണ്ട്. LXI ആകുമ്പോൾ ലോണും കൊടുക്കാം. 1,500 രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. VXI ആകുമ്പോൾ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? അതെ. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഈ സൈഡും കുഴപ്പമൊന്നുമില്ല. അപ്പം എങ്ങനെ 1,500 രൂപ വരെ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് 1,75,000 രൂപ കൊടുക്കാം. 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി സ്പാർക്ക് 2011 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വണ്ടി മെക്കാനിക് കണ്ടീഷനൊക്കെ കൊള്ളാന്നുള്ള വണ്ടിയാണ്. 11 വണ്ടി അല്ലേ? അതെ. 26 പേപ്പർ ഉണ്ട്. അതെ. ഓക്കെ. ടൈൽ ലാമ്പ് പറഞ്ഞാൽ ക്രാക്ക് ഉണ്ട്, ആ ചെറിയ ഡെൻറ്റും ഉണ്ട് അവിടെ. വേറെ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ബ്രോ AC വർക്കിംഗ് അല്ലേ? ആണാണ്. ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അതിനകത്ത് 2 ഡോർ പവർ അല്ല 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലേ ഇത്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അപ്പോൾ അതെങ്ങനെ പ്രൈസ്? 2011 ആണ്. നമുക്ക് 65,000 രൂപ കൊടുക്കാം ഫൈനൽ. 65 രൂപ. ഓക്കെ. അപ്പം അടുത്ത വണ്ടി സാൻഡ്രോ 2013 ആണ്. നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടി. ടയർ ഒരു 60-70% ടയർ ഉണ്ട്. ചെറിയ ബോഡി വർക്ക് ഉണ്ട്, നമുക്കത് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ സൈഡ് ഉണ്ടല്ലേ? ചെറിയ പെയിന്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയി കൊടുക്കും. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല നീറ്റാണ് വണ്ടി, കുഴപ്പമൊന്നുമില്ല. ഓടിക്കാനൊക്കെ മെക്കാനിക് കണ്ടീഷൻ എല്ലാം കൊള്ളാം. സീറ്റ് കുറച്ച് ഡാമേജ് ഉണ്ട് ഇവിടെ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആക്കും. ഓക്കെ. വണ്ടി വന്നതേ ഉള്ളൂ, വേറെ വർക്കിനായിട്ടൊന്നും വിട്ടിട്ടില്ല. ഓക്കെ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് വണ്ടിയുടെ?
നമുക്കിതൊരു 1,75,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം, 1,000,000 ലോണും കൊടുക്കാം.